ഇതിൽ പല ചോദ്യങ്ങളും നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി സഹകരിച്ചുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തില്ലേ വേണ്ട എന്നുള്ളതാണ് ഒരു ചോദ്യത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അത് നേരത്തെ ഇവിടെ വിശദീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഫാസിസ്റ്റ് വിരുദ്ധരായ എല്ലാ പാർട്ടികളും, എല്ലാ കക്ഷികളും. അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇവിടെ പ്രസംഗിച്ചാർക്കോ പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. ലോകത്തെവിടെയും നിലവിലില്ലാത്ത കമ്മ്യൂണിസത്തെ വിലയിരുത്തുന്നത് ഇരുട്ടിലില്ലാത്ത കറുത്ത പൂച്ചയെ പരുത്തുന്നതിന് സമമല്ലേ എന്നതാണ്. അത് അവർക്ക് കൂടി ബോധ്യപ്പെടുത്താനാണ് ഈ സെമിനാർ ഇവിടെ വിളിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ലോകത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം, കേരളത്തിലായാലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഉള്ള വിമർശനങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ശക്തിപ്പെട്ട ഒരു കാലത്താണ്. പ്രത്യയശാസ്ത്രം നിലവിലുണ്ടോ ലോകത്തുണ്ടോ എന്നുള്ളതല്ല, ആ വിമർശനം ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു സംവാദം നമ്മൾ നടത്തുന്നത്. CPM-ലേക്ക് ആളുകൾ പോകുന്നത് മാനിഫെസ്റ്റോ വായിച്ചുകൊണ്ടോ മനസ്സിലാക്കിക്കൊണ്ടല്ല, വ്യക്തിപരമായ കാര്യങ്ങളും ഉപജീവനവും ഒക്കെ ആശ്രയിച്ചുകൊണ്ടാണ് എന്നതാണ് ഒരു നിരീക്ഷണമാണ് യഥാർത്ഥത്തിൽ. അവരുടെ ആദർശ സംവാദം കൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. അവരുടെ മുന്നിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് സമർപ്പിക്കാനുള്ള കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ആശയപരമായി കമ്മ്യൂണിസം ദുർബലമാണ് എന്ന് സമർത്ഥിക്കുക. കമ്മ്യൂണിസം ഇസ്ലാം വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് പറയുക. ഇസ്ലാമിൻ്റെ വിമോചന സങ്കല്പം പരിചയപ്പെടുത്തുക. അല്ലാതെ വേറൊരു ഇറക്കുമതി അതിൽ നമുക്കില്ലാത്തത് കൊണ്ട് ഇസ്ലാമിൻ്റെ വിമോചന സങ്കല്പത്തെക്കുറിച്ച് പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് വിമോചനം. ഈ കമ്മ്യൂണിസ്റ്റ് വിമോചനത്തിൽ ആകൃഷ്ടരായ ആളുകളുടെ അവർ ശരിക്ക് കേരളത്തിൻ്റെ ചരിത്രം തന്നെ പഠിച്ചു നോക്കിയാൽ, ഇപ്പോൾ മലബാർ സമരത്തിൽ മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ നടത്തിയൊരു ഖുതുബ ഉണ്ട്. ആ ഖുതുബ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് ഉദയം ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. അതായത് തമ്പ്രാനെന്ന് വിളിക്കരുത്, നിങ്ങൾ ഉയർന്ന ജാതിക്കാർ വരുന്ന വഴിയിൽ നിന്ന് വഴിമാറി നടക്കരുത്, മറ്റാരുടെയും എച്ചിൽ ഭക്ഷിക്കരുത്, വേറെ ഒരാളുടെ മുന്നിലും തലകുനിഞ്ഞ് നിൽക്കരുത്. ഇത് ലോകത്ത് ഒരു അധസ്ഥിത ജനവിഭാഗത്തിന് ഈ വിമോചന സന്ദേശം 1920-കളിലൊക്കെ നൽകുന്നത് 1920-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും വിമോചന സങ്കല്പങ്ങൾ ലോകത്തിന് പ്രദാനം ചെയ്ത ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അൾജീരിയയിലും ലിബിയയിലും ഈജിപ്തിലും ഇന്ത്യ രാജ്യത്തും ലോകത്തെ ഏറ്റവും വലിയ ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടായത് ഇന്ത്യ രാജ്യത്താണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അധിനിവേശ വിരുദ്ധ പോരാട്ടം നടന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആരാണ്? അവരതിന് പ്രേരിപ്പിച്ച ആശയം ഏതാണ്? അന്ന് കമ്മ്യൂണിസം എവിടെയായിരുന്നു? ഇങ്ങനെയുള്ള അപ്പോൾ വിമോചനവും അധസ്ഥിതരായ ആളുകളുടെ മോചനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗികമായ വിമോചന പദ്ധതികൾ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം അന്ന് അതിൻ്റെ ആശയം രൂപീകരിച്ചു വരുന്ന കാലഘട്ടത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട നിങ്ങളുടെ അന്ത്യാഗ്രഹം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, സാധാരണ നിങ്ങൾ ആളുകളെ കണ്ണ് കെട്ടിയിട്ടാണ് വെടിവെക്കാറുള്ളത്, എന്നെ നിങ്ങൾ വെടിവെക്കാറാണെങ്കിൽ പിൻഭാഗത്ത് വെടിവെക്കരുത്, മുൻഭാഗത്ത് വെടിവെക്കണം, കണ്ണ് കെട്ടാതെ വെടിവെക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ലോകത്ത് ഈ വിമോചന ശബ്ദം കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങൾ ഉദയം ചെയ്യുന്നതിന് മുമ്പേ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ചാട്ടാൽ ചെഗുവേരൻ്റെ ടീഷർട്ട് നമ്മൾ ഫാഷനായി കൊണ്ട് നടക്കുന്നില്ലേ? ഈ ചെഗുവേര ബൊളീവിയൻ കാർഡിൽ അരളി വിറുക്കുന്നതിന് മുമ്പ്, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തുന്നതിന് മുമ്പ് കോട്ടക്കുന്ന് മൈതാനിയിൽ, കോട്ടക്കുന്നിൻ്റെ മുകളിൽ നിങ്ങൾ വെടിവെക്കുകയാണെങ്കിൽ നെഞ്ചത്ത് വെടിവെക്കൂ എന്ന് പറയുന്ന വാര്യംകുന്നത്തിനെ പ്രേരിപ്പിച്ചൊരു ഫിലോസഫി ഉണ്ട്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിമോചനം എന്ന് കേൾക്കുമ്പോൾ അതിൽ ആകർഷ്ടനാവും ഒന്നുമില്ല എന്ന് മാത്രമല്ല, ലോകത്ത് ആർക്കും വിമോചനം നൽകിയിട്ടില്ല. അതിൻ്റെ ചരിത്രമാണ് ഇതുവരെ ഞങ്ങൾ വിശദീകരിച്ചത്. 9.5 കോടി മനുഷ്യരെ ലോകത്തൊരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ഇത്രയും അധികം ആളുകളെ കൊന്ന ഒരു പ്രത്യയശാസ്ത്രം വേറില്ല.
നിസ്സംശയം. അത്ര മനുഷ്യരുടെ ശവങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിമോചനം എന്ന് പറഞ്ഞൊരു ഫാൻറ്റസി മാത്രമാണ്, യഥാർത്ഥത്തിൽ ലോകത്ത് സംഭാവന ചെയ്തിട്ടില്ല. കോൺഗ്രസിൻ്റെ മൃദുഹിന്ദുത്വവും ലീഗിൻ്റെ സാമുദായികവാദവും അരങ്ങ് തകർക്കുമ്പോൾ അതിന് നേരെ കണ്ണെടുത്ത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തെ എതിർത്ത് പരിപാടി നടത്തുന്നത് യഥാർത്ഥത്തിൽ ആരെ പ്രീണിപ്പിക്കാനാണ്? ആരെയും പ്രീണിപ്പിക്കാനല്ല. ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ഇവരെ പ്രീണന നയം സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് കേരളത്തിൽ. ആരെ പ്രീണിപ്പിക്കാനാണ് അവർ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്? തിരിച്ചങ്ങോട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ പ്രീണിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഇന്ന് പല കാര്യങ്ങളും പല താല്പര്യങ്ങളുടെയും പേരിൽ കേരളത്തിൽ ഏറ്റവും വൃത്തിയിലും വെടിപ്പിലും നടത്തുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ലീഗിൻ്റെ സാമുദായികവാദത്തെ ഏറ്റവും കടുത്ത നിലപാടിൽ എതിർത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി തുടങ്ങുന്ന കാലത്ത് തന്നെ ഏറ്റവും കടുത്ത നിലപാടും വിയോജിപ്പും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മൃദുഹിന്ദുത്വത്തിനോട് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ സംവിധാനങ്ങളും നടത്തിയ പ്രക്ഷോഭങ്ങൾ, അത് എഴുതിയ ലേഖനങ്ങൾ, അത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എടുത്തു വായിച്ചു നോക്കിയാൽ അതിനോടുള്ള നിലപാട് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കമ്മ്യൂണിസം എന്തുകൊണ്ടാണ് ഇപ്പോൾ എതിർക്കുന്നത് ചോദിച്ചാൽ, കമ്മ്യൂണിസം അത് വഴിമാറി സഞ്ചരിക്കുകയും കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൻ്റെ പിൻബലത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് മേന്മ നടിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കേരളത്തിൽ ഒരു ഫാൻറ്റസിയായി, ഒരു ഇമേജായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് പങ്കുണ്ടോ ഇല്ല എന്നുള്ളതല്ല, നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞ തള്ള് അധികമായി കമ്മ്യൂണിസത്തിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തള്ളാൻ മാത്രമില്ല എന്ന് പറയുന്ന പരിപാടി മാത്രമാണ് ഇവിടെ നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മതസംഘടനയായ ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രചരണം നടത്തുക എന്താണ്? അതൊക്കെ ആവർത്തനമുള്ള ചോദ്യമാണ്. VR കൃഷ്ണയ്യർ ലെനിനെ കുറിച്ച് പറഞ്ഞ സംഭവം ഏത് പുസ്തകത്തിലാണുള്ളത് എന്നാണ്. അപ്പോൾ ലെനിനെ കുറിച്ചല്ല, സഖാവ് സ്റ്റാലിനെ കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് നാടുകളിലൂടെ എന്ന് പറയുന്ന കൃഷ്ണയ്യരുടെ യാത്രാക്കുറിപ്പുണ്ട്. അതിലാണ് അദ്ദേഹം ആ ഹുക്ക വിവാദം രസകരമായി ഉദ്ധരിക്കുന്നത്. കമ്മ്യൂണിസം അതിനുത്തരം പറഞ്ഞു, ഇസ്ലാമിക രാജ്യമില്ലല്ലോ എന്നുള്ളത് നേരത്തെ ഇവിടെ മറുപടി നൽകിയതാണ്. CPM-നെ മുസ്ലിം സമൂഹത്തിൽ സ്വീകാര്യമാക്കിയതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക്, അതാരാണ് ആദ്യം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവുന്നതിന് മുമ്പും തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലെത്തുന്നതിന് മുമ്പും CPM-മായി ചങ്ങാത്തം കൂടിയത് ആരാണ് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്. തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ടാണ് CPM-നെ വോട്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളും വിശദീകരിച്ചാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. കേരളത്തിലെ DYFI സുഹൃത്ത് രാഷ്ട്രീയ കൊലയ്ക്ക് ഇരയായപ്പോൾ ആദ്യം വെള്ള പുതപ്പിക്കുകയും പിന്നീട് കുറേ മുസ്ലിയാക്കന്മാർ മയ്യത്ത് DYFI-കാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത് കേരളം കണ്ടതാണ്. ഒരേ സമയം DYFI SFI-യും ഇതിലും പ്രവർത്തിച്ച് അവസാനം മതനിരാശയിലെത്തുന്നത് എങ്ങനെ വിലയിരുത്തുന്നത്? അത് ഞാൻ നേരത്തെ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഒരു പാർട്ടി എന്നതിനപ്പുറം ഒരു മതനിരാശ പ്രവണത ഇതിൽ വളർന്നു വരുന്നു എന്നതുകൂടിയാണ് നമ്മൾ ഇതിനെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ പല ആളുകളും മതനിരാസത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ബ്രേക്കിംഗ് ത്രൂ ആയി, എന്നാൽ ഒരു ഇടവേളയുടെ വഴിയായി, കുറുക്കു വഴിയായി സ്വീകരിക്കുന്നത് CPM-നെയും ഇടതുപക്ഷത്തെയുമാണ്. അപ്പോൾ അതിനെ അവർ അറിഞ്ഞോ അറിയാതെയോ പ്രൊമോട്ട് ചെയ്യുന്നു. അറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇതുവരെ നിരീക്ഷിച്ച എല്ലാ പരിപാടികളുടെയും ബാനറുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാവുന്നത്. അതുകൊണ്ട് മതനിരാസ പ്രവണതകൾ എന്ന് പറഞ്ഞാൽ ആദ്യം മതത്തോടും അതുപോലെ സുന്നത്തിനോടും സർവ്വമത സത്യവാദം, സുന്നത്ത് നിഷേധം എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഇസ്ലാമായി ജീവിക്കാനും മുസ്ലിമായി ജീവിക്കാനുള്ള ഒരു അപകർഷണബോധം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നത് മുമ്പത്തെക്കാൾ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ വർദ്ധിച്ചത് പ്രത്യേകിച്ചത് റെഗുലർ ക്യാമ്പസുകൾ പ്രത്യേകം നിരീക്ഷിച്ചാലും പഠന വിധേയമാക്കിയാലും നിങ്ങൾക്ക് ബോധ്യമാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ നിരീക്ഷണം ശരിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളതിനെ കുറിച്ച് ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്ന് സ്ഥിരമായിട്ടുള്ളൊരു വാദത്തെക്കുറിച്ച് അഭിപ്രായം പറയുമോ? അത് നേരത്തെ പറഞ്ഞതുപോലെ വസ്തുതയുമായി വലിയ ബന്ധമൊന്നും അതിനില്ല. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരമായിട്ടുള്ള ബംഗാളിലെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് അതിനുള്ള തിരിച്ചുള്ള ചോദ്യം. 34 വർഷം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം ഭരിച്ചിട്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ 10 മടങ്ങ് പിന്നോട്ട് പോയ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്, പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ വംശീയ കലാപങ്ങൾ നടന്നപ്പോൾ, ത്രിപുരയിൽ വംശീയ കലാപം നടന്നപ്പോൾ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ത്രിപുരയിൽ ഞങ്ങൾ പോയപ്പോൾ കണ്ടില്ലേ അനുഭവിച്ചോളി എന്നാണ് പറയുന്നത്. ഈ അനുഭവിച്ചോളി എന്നുള്ള പദത്തിന് വേറെയും കുറേ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ സംഭവം ഞങ്ങളില്ലാത്തത് കൊണ്ടാണ് നടക്കുന്നതെന്ന് പറയുന്നത്.
അങ്ങനെ ഉള്ളപ്പോൾ നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വംശീയ കലാപങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ, CPM അധികാരത്തിലിരിക്കുന്ന സമയത്ത്. അതിൻ്റെ ചരിത്രമൊക്കെ വളരെയധികം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് CPMൻ്റെ നിലപാടെന്തായിരുന്നു, മുർഷിദാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വംശീയ കലാപങ്ങൾക്ക് അതെങ്ങനെ വഴിവെച്ചു എന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ അത് വിശദീകരിക്കണില്ല. അതുകൊണ്ട് വംശീയ കലാപങ്ങൾ CPM ഉള്ളിടത്ത് ഉണ്ടാവണില്ല, മുസ്ലിങ്ങൾക്ക് ആകെ പുരോഗമനം മാത്രമാണ് അവർ സംഭാവന ചെയ്തത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് മാത്രമല്ല, രണ്ടാം ഭരണ തുടർച്ച കിട്ടുന്ന സമയത്ത് ഭരണ തുടർച്ചയുടെ കാലഘട്ടത്തിൽ ആ വെസ്റ്റ് ബംഗാളിൻ്റെ ശൈലിയിലേക്ക് മുസ്ലിം സമൂഹത്തോടുള്ള സമീപനം ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു കോഴിക്കോട്, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വഖഫ് ബോർഡ് PSCക്ക് വിടണോ വിടണ്ടേ എന്നുള്ള കാര്യത്തിലല്ല നമുക്ക് തർക്കം. ഓരോ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശത്തിലും വളരെ ആലോചിച്ചും ചിന്തിച്ചും അബദ്ധത്തിലല്ല എടുക്കുന്ന നിലപാടുകൾ അത്യന്തം അപകടകരമായ രീതിയിലാണെന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ കർത്തൃത്വത്തെ ഒരു നിലക്കും പാലിക്കാത്ത, പരിഗണിക്കാത്ത ഒരവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. അത് കേരളത്തിൽ ഇപ്പോൾ CPM ആണുള്ളത്. CPM ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ജാതീയത അഭിമുഖീകരിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസത്തിന് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമോഫോബിക് നിലപാടുകൾക്ക് അവരുടെ പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. എല്ലാ മതത്തോടും അവർക്ക് ഒരു സർവ മതങ്ങളുടെയും ശത്രുവാവുക എന്നാണ് ലെനിൻ ദ റിലീജിയനിൽ പറയുന്നത്. മതങ്ങളുടെ ദ്രോഹിയാവുക, എനിമി എന്നാണ് പദപ്രയോഗം നടത്തിയത്. ശത്രുവാവുക എന്നതാണ്, മതങ്ങളുടെ ശത്രുവാവുക എന്ന് CPMൻ്റെ പ്രഖ്യാപിതമായൊരു നിലപാട്. CPM അല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ സിദ്ധാന്തങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ നിലപാടാണ്. ഇസ്ലാമിനോട് സവിശേഷമായ വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ധാരാളം ഉദാഹരണങ്ങൾ വേറെയും കാണാൻ കഴിയും. ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിൽ ഏറ്റവും വലിയ പ്രമാണമല്ല ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം. രണ്ടാമത്തെ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുന്നത്തിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമായി കരുതുന്നത് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെയാണ്. ഇവരൊക്കെ പഴയ സോവിയറ്റ് യൂണിയൻകാരാണ്. എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ മാപ്പ് വരച്ചാൽ ഇസ്ലാമിൻ്റെ ട്രഡീഷനിലെ ഏറ്റവും വലിയ ട്രഡീഷൻ നിൽക്കുന്ന ഈ സോവിയറ്റ് യൂണിയനിലാണ്. അതൊക്കെ എവിടെ പോയി എന്നല്ല, പല ട്രഡീഷനായ മദ്രസകളും കുതിരാലയങ്ങളാക്കിയ ചരിത്രം സോവിയറ്റ് യൂണിയനുണ്ട്. അതുപോലെ തന്നെ പല പള്ളികൾ മാത്രമല്ല ചർച്ചുകളും പൊളിച്ച് അത് പല രീതിയിൽ അത് നിരപ്പാക്കിയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കാർൽ മാക്സ് അൾജീരിയയിൽ ഫ്രഞ്ച് അധിനിവേശം സമയത്ത് അൾജീരിയയിൽ കാർൽ മാക്സ് ചികിത്സക്ക് വരുന്നുണ്ട്. ആ ചികിത്സക്ക് വരുമ്പോൾ മകൾക്ക് എഴുതിയ കത്തുണ്ട്. ആ കത്തിൽ കാർൽ മാക്സ് പറയുന്നത്, ഞാനിപ്പോൾ അൾജീരിയയിലാണ്, ഇവിടെ ഫ്രഞ്ച് സൈന്യമുണ്ട്, ഫ്രഞ്ച് സൈന്യം വന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് പറയുന്നത്. ബാർബേറിയൻസ് ആയ അൾജീരിയയെ സിവിലൈസ്ഡ് ചെയ്യാൻ, സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടിയാണ് ഫ്രഞ്ച് സൈന്യം കണ്ടു വന്നിട്ടുള്ളതാണ്. അൾജീരിയൻ സമൂഹത്തെ ബാർബേറിയൻസ് എന്നാണ് കാർൽ മാക്സ് അഭിസംബോധന ചെയ്തത്. ഇന്ത്യയെക്കുറിച്ചും കാർൽ മാക്സിന് അങ്ങനെ നിരീക്ഷണമുണ്ട്. ഇന്ത്യയിൽ എന്താണ് ഇത് വേര് പിടിക്കാതെ പോയത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ജാതി. എന്തുകൊണ്ട് അഭിമുഖീകരിക്കാൻ പറ്റിയില്ല എന്നുള്ള ചോദ്യം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തൊഴിൽ ബന്ധങ്ങളല്ലല്ലോ യഥാർത്ഥത്തിൽ. തൊഴിലും ജാതിയും ഇന്ത്യയിൽ വേർതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രൈമറി സ്റ്റഡിയിൽ തന്നെ, പ്രാഥമിക ട്യൂട്ടോറിയൽ തന്നെ കമ്മ്യൂണിസം ഇന്ത്യയിൽ പരാജയം സംഭവിച്ചാണ്. പക്ഷെ ആ പരാജയം നിലനിൽക്കാനുള്ള അധസ്ഥിതന്റെ മോചനം എന്ന ആകർഷണീയമായ ഒരു മുദ്രാവാക്യം ഇന്ത്യ പല വഴികളിലൂടെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്താണ് കമ്മ്യൂണിസത്തെ. അല്ലാതെ കമ്മ്യൂണിസത്തിന് സ്ഥായിയായി നിലനിൽക്കാൻ പ്രത്യയശാസ്ത്രപരമായി ഇന്ത്യയിൽ കഴിയില്ല. കാരണം ജാതിയും തൊഴിലും മാറ്റി നിർത്തിയിട്ട് ഇന്ത്യയുടെ സാമൂഹ്യ ഘടന, ഇന്ത്യയുടെ ബോഡിയെ, ഇന്ത്യയുടെ അനാട്ടമിയെ പരിശോധിക്കാൻ ഒരിക്കലും ഒരു സാമൂഹ്യ ശാസ്ത്രത്തിനും കഴിയില്ല. തൊഴിലും ജാതിയും തമ്മിലാണ് ബന്ധം. തൊഴിലിനെയും ജാതിയെയും മാറ്റി നിർത്താൻ പറ്റാത്ത ലോകത്തെ അപൂർവ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അംബേദ്കർ പറയുന്നുണ്ട്, കമ്മ്യൂണിസം ഇവിടെ ഞങ്ങൾക്ക് ഒരു ചോയ്സ് പോലും അല്ല. ദളിതനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ഒരു ചോയ്സ് പോലും അല്ല. കാരണം എന്താണ്? അത് ഡീക്ലാസിങ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാരായ ആളുകൾ ആദ്യം തന്നെ അതിൽ പ്രവേശിക്കുകയും ആ പ്രവേശിച്ചതിനെ ജാതിരഹിതമാണ് എന്ന് വരുത്തി തീർക്കുകയും ഫലത്തിൽ ജാതി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുകയും ചെയ്ത ഒരു ഡീക്ലാസിങ് സിസ്റ്റം കമ്മ്യൂണിസത്തിൽ ഉണ്ട് എന്നാണ് അംബേദ്കറുടെ പ്രധാനപ്പെട്ട വിമർശനം. അംബേദ്കറാണല്ലോ യഥാർത്ഥത്തിൽ ജാതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഡീപ്പായി ഇന്ത്യയിൽ പഠിച്ച ആള്. അതുകൊണ്ട് ഈ ദളിതരായ ആളുകൾക്ക് അതൊരു ഒരു വിമോചന ആദർശമായി ഫീൽ ചെയ്തിട്ടില്ല. ജാതിയെക്കുറിച്ച് കമ്മ്യൂണിസം ഒരു പ്രസ്താവ്യമായ ഒരു നിരീക്ഷണമോ വിശകലനമോ ഇന്ത്യയിൽ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല. ജാതി അവർ തൊഴിലുമായി കണക്ട് ചെയ്ത് തൊഴിലാളി മുതലാളി എന്നുള്ള കാറ്റഗറിയിലേക്ക് കൊണ്ടുവരിക എന്ന വിഡ്ഢിത്തം മാത്രമാണ് അവർ ചെയ്തത്. അതുപോലെ പിന്നെ
കേരളത്തിൽ സംഘപരിവാർ പ്രതിരോധിക്കുന്നതിൽ CPM-ൻ്റെ പങ്ക്, CPM-ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ പ്രചാരണം, അത് വോട്ട് കൊടുക്കാത്തത് കൊണ്ടാണ്, അല്ലാത്തപ്പോൾ നിങ്ങളെ പുകഴ്ത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇടതുപക്ഷം പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇടതുപക്ഷത്തിനെതിരെ നയപരമായ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത്. ഈ കമ്മ്യൂണിസത്തിനെതിരെയും രാഷ്ട്രീയ തീരുമാനം രണ്ടാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട്, പിന്തുണക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ന്യായമുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ മനസ്സിലായ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട്. നമ്മൾ അങ്ങനെയാണ് ഒരു പോളിസി ഉണ്ടാക്കുക, ആ പോളിസി ആരാണോ പാലിക്കണോ ആ പോളിസിക്കാണ് നമ്മൾ വോട്ട് ചെയ്യുക. അത് ചിലപ്പോൾ CPM ആയിരിക്കും സ്വീകരിക്കുക, ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും, അതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികളോ ആളുകളായിരിക്കും. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായി CPM-നെ പിന്തുണച്ച സമയത്ത് ഏറ്റവും കൂടുതൽ സൈദ്ധാന്തികമായി ജമാഅത്തെ ഇസ്ലാമി CPM-നെ ആക്രമിച്ചിട്ടുണ്ട്. കാരണം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ കേരളത്തിൻ്റെ മണ്ണിൽ ഏറ്റവും നടുനിവർത്തി എതിർത്ത ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആശയത്തോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. വോട്ട് കൊടുക്കുന്ന സമയത്തും ആദർശത്തെ എതിർക്കുന്നതിൽ ഇതല്ല. അതുകൊണ്ട് നമ്മളെ എതിർത്തു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, മതരാഷ്ട്രവാദികൾ തീവ്രവാദികൾ എന്ന ആരോപണം ഉന്നയിച്ചു, അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പ്രസംഗിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് മുമ്പേ ഇത് തുടങ്ങാമായിരുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു ആശയ സംവാദ സദസ്സാണ്. ആശയ സംവാദം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന ആശയത്തിന് ലോകത്തെ വിമോചിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, സത്യസന്ധമായി അത് പറയണം. രണ്ടാമത്തത്, കമ്മ്യൂണിസം അല്ലാത്ത വിമോചനത്തിൻ്റെ ആദർശം ഏതാണ്, അത് സത്യസന്ധമായി ഇവിടെ നേരത്തെ അവതരിപ്പിച്ചു. വിമോചന പ്രത്യയശാസ്ത്രം ഏതാണ്? രണ്ടാമത്തെ, കമ്മ്യൂണിസം ലോകത്ത് ആർക്കാണ് വിമോചനം കൊടുത്തത്, എണ്ണി പറയണം. ഇന്ന ആളുകൾക്കല്ല. ഇന്നിപ്പോൾ ചൈനയിലുള്ള ആഭ്യന്തരമായ ഏറ്റവും വലിയ വിമർശനം, ചൈനയിൽ ഒരു വംശത്തിന് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. ഹാൻ വംശീയത എന്ന് പറയുന്ന സാധനം അതിലുണ്ട്. ഈ ഹാൻ വംശീയതയിലുള്ള ആളുകൾക്കാണ്. എന്നൊരു ജനാധിപത്യത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 പാർട്ടിയെ ഒരു രാജ്യത്ത് അനുവദിക്കൂല, ഒറ്റ പാർട്ടി ഉണ്ടാവുള്ളൂ. നമ്മൾ ചൈനീസ് ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയ എന്താ നിങ്ങൾക്ക് അറിയോ? 3000 സെൻട്രൽ കമ്മിറ്റിയുടെ ഉള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനാണ് ചൈനീസ് ജനാധിപത്യം എന്ന് പറയുക. അതുകൊണ്ട് ലോകത്തെ ഡെമോക്രസിയെ കുറിച്ച് പറയാൻ കമ്മ്യൂണിസത്തിന് ഒരു അർഹതയില്ല. കാരണം 3000 ആളുകൾ കൂടിയിട്ട് ആരെ പ്രസിഡന്റും തിരഞ്ഞെടുക്കുന്നതിനാണ് ചൈനീസ് ജനാധിപത്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒറ്റ പാർട്ടി ഉണ്ടാവുള്ളൂ, ഒറ്റ സംവിധാനം ഉണ്ടാവുള്ളൂ, ഒറ്റ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരമായി ആ ഫാസിസ്റ്റ് പ്രവണത ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ജനാധിപത്യത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വൈവിധ്യത്തെയോ തത്വപരമായി ആദർശപരമായും പ്രായോഗികമായും അംഗീകരിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. അത് കേരളത്തിൽ എമ്പാടും. അപ്പോൾ രാഷ്ട്രീയമായി അതിനെ പിന്തുണക്കുന്നതിൻ്റെ ന്യായം നേരത്തെ പറഞ്ഞു. സംഘപരിവാർ എന്ന് പറയുന്ന വംശീയ രാഷ്ട്രീയം ഈ രാജ്യത്ത് ആധിപത്യം പുലർത്തുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും അർത്ഥത്തിൽ വിയോജിക്കുന്ന എല്ലാവരുമായി തോളോട് തോള് ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജൂതന്മാരുമായി ചേർന്ന്, ജൂത സമൂഹവുമായി ചേർന്ന് നടത്തിയ മദീന ചാർട്ടർ, മദീന കരാർ എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രസിദ്ധമാണ്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ മദീനക്കെതിരെയുള്ള ഏത് ആക്രമണത്തെ ഒരുമിച്ച് നേരിടാമെന്നാണ്. ആ കരാറിന് മാറിയപ്പോണ്ടായ സംഘർഷം വേറെ നമുക്കറിയാവുന്നതാണ്. ഇതേപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായി ഇന്ത്യയുടെ ശൈഥില്യം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെയും ബഹുസ്വരതയും നിലനിർത്താൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാടാണത്. അതുകൊണ്ട് അതിന് ആര് തയ്യാറാവുന്ന അവരുടെ കൂടെ അത് കൂടാറുണ്ട്, അവരെ ചേർത്ത് പിടിക്കാറുണ്ട്, അതിൽ വിയോജിപ്പുകൾ നമ്മൾ മറക്കാറുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി തയ്യാറല്ല, ഇനിയും ജമാഅത്തെ ഇസ്ലാമി അതിന് തയ്യാറാണ്. അതിന് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതേസമയം തങ്ങൾ നിരന്തരം ഭീതിവൽക്കരിക്കുകയും അപകടപ്പെടുത്തുകയും അത്യന്തം വഷളായ രീതിയിൽ ഒരു സമൂഹത്തെയും ഒരു മതത്തെയും ഒരു ആദർശത്തെയും പ്രതിവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ തുടർന്നാൽ കടുത്ത വിയോജിപ്പും അതുപോലെ തന്നെ അതിനോട് ആദർശപരമായ അഭിമുഖീകരണവും ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്താണ് എന്നും ഉണ്ടായിട്ടുള്ളത്. ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും. അസ്സലാമു അലൈക്കും. 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിന് എം മുഹിദ്ദീൻ സാഹിബ് മറുപടി പറയും. ശേഷം പരിപാടി സമാപിക്കും. അതിലൊരു ചോദ്യം, യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം വിലയിരുത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? പ്രത്യേകിച്ചും നമ്മളുടെ രാജ്യത്ത് വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിലേ ഇവർ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസത്തിനെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഇതേ ആശയത്തിലുള്ള അനുബന്ധ ചോദ്യങ്ങളുമാണുള്ളത്. ഇത്രയും വിശദാംശങ്ങളിലൂടെ കടന്നുപോയ ഈ സംവാദവേദിയിൽ
ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിസത്തെ ഭയപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇസ്ലാമിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വിശേഷിച്ചും CPM ഉയർത്തിവിടാൻ ശ്രമിക്കുന്ന, വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന പേടിയെ, ഭയപ്പെടുത്തലിനെ മറികടക്കാനാണ് നാം ശ്രമിക്കുന്നത്. അഥവാ സംഘികളുടെ മുദ്രാവാക്യങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ ധ്രുവീകരണത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയം നമ്മളുടെ കേരളത്തിൽ CPM ഏറ്റെടുത്തു നടത്തുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകൾ ഏറ്റെടുത്തു നടക്കുമ്പോൾ, ഇസ്ലാമിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും കുറിച്ച് പൊതുസമൂഹത്തിൽ ഭീതി പരത്താൻ ശ്രമിക്കുമ്പോൾ ആ ഒരു പൊതുബോധത്തെ മാറ്റിമറിക്കാനാണ്, മറികടക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരം സംവാദങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമും കമ്മ്യൂണിസവും താരതമ്യം ചെയ്യുമ്പോൾ ഇസ്ലാമിന് ചെയ്യാനുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? കമ്മ്യൂണിസത്തിൻ്റെ പരാജയം അറിയുന്നു, ഇസ്ലാം ഉയർത്തെഴുന്നേറ്റ് വരണം. ഇതിൽ കമ്മ്യൂണിസത്തിന് ബദലായി എന്താണ്? ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്രസങ്കല്പം എന്നതായിരിക്കും ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു ക്ഷേമരാഷ്ട്രമാണ് നമ്മളുടെ വിഭാവനയിലുള്ളത്. എല്ലാവർക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്ന, തുല്യനീതി ഉറപ്പുവരുത്തുന്ന, വിവേചനങ്ങളില്ലാത്ത, സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടാത്ത, വ്യക്തിയും കുടുംബവും സമൂഹവും പൊതുവെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ചാണ് നമ്മളുടെ വിഭാവന. അത് പൂർത്തീകരിക്കുവാനുള്ള, അതിലേക്ക് നടന്നെത്തുവാനുള്ള ശ്രമകരമായ ദൗത്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകളും ആ ഒരു വീക്ഷണത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തെ മാറ്റിയെടുക്കുവാനും പുനർനിർമ്മിക്കുവാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ.